ഹലോ ഗൈസ്, ഞായറാഴ്ചയായിട്ട് എന്തോ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലുള്ള പരിപാടി പോലെ തന്നെ എന്ത് വീട്ടിലേക്ക് ചിക്കൻ മേടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു പുറമെ പോയി ചീനി പിഴുതുകൊണ്ട് വരാൻ. അങ്ങനെ ഞാൻ ചേട്ടത്തിയും കൂടെ ചീനി പിഴുതാൻ പോവാണ് ഗൈസ്. ചേട്ടത്തി വലിയ കുന്താലിയും കൊണ്ടൊക്കെ പോകുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൂടുവാൻ കൊണ്ട് ഞാൻ വെട്ടിയിട്ടാൽ മാത്രം മതിയായിരിക്കും. പക്ഷേ എനിക്ക് തെറ്റി, അവിടത്തെ ഞാൻ തന്നെ കളച്ച് പിഴുതെടുക്കേണ്ടി വന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞായറാഴ്ചയാണ് നേരത്തെ സുഖിയോടാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സുഖിയോടാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, വണ്ടിയുടെ ടയർ പഞ്ചറാണ്. ടയർ പഞ്ചറായത് മാത്രമല്ല വിഷയം, ഈ വണ്ടി ഇനി പഞ്ചർ ഒട്ടിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ റോഡിൽ പോകണമെങ്കിൽ ഒരുപാട് ദൂരം വണ്ടി തല്ലിക്കൊണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ടയർ അയച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എനിക്ക് വണ്ടി ടയർ അയച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ യൂട്യൂബിലെ വീഡിയോ കാര്യങ്ങൾ കണ്ടിട്ട് എങ്ങനെ കിടക്കെ തട്ടി ഇളക്കി വണ്ടി ടയർ ഊറ്റിഞ്ഞെടുത്ത്. അങ്ങനെ അയച്ച ടയറുടെ പോകാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് ടയറുടെ ഞായറാഴ്ചയായിട്ട് തുറക്കുമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ കട തുറന്നിട്ടുണ്ടോ എന്ന് പോയി നോക്കാൻ വേറെ വണ്ടി ഇല്ലാതെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഇദ്ദേഹം സൈക്കിളും കൊണ്ട് വന്നത്. കണ്ടു ഇഷ്ടപ്പെട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ സൈക്കിളുടെ തുറന്നിട്ടുണ്ടോ നോക്കാൻ പോയി. ടയറുടെ തുറന്നിട്ടുണ്ടോ നോക്കാൻ പോയി. അങ്ങനെ ഞായറാഴ്ച ആയിരുന്നെങ്കിലും ടയർ കട തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയിട്ട് വേറെ എടുത്തുകൊണ്ട് വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ 2 കിലോമീറ്റർ നടന്ന് ടയർ കടയിലോട്ട് ടയർ കൊണ്ട് കൊടുത്തു. അങ്ങനെ ടയർ കടയിൽ വന്ന് നമ്മുടെ ആവശ്യം പറഞ്ഞപ്പോൾ നമ്മുടെ അണ്ണ വേറെ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ടയർ ഒട്ടിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടിച്ച ടയറുമായിട്ട് നിന്ന് സമയം കളയാതെ എത്രയും പെട്ടെന്ന് കൊണ്ട് വണ്ടി സെറ്റ് ചെയ്യാനുള്ള ചടങ്ങിലേക്ക് ഞാൻ കടന്നു. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് ഇളക്കേണ്ട അത്ര എളുപ്പമായിരുന്നില്ല തിരിച്ച് ഫിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ എൻ്റെ ഒരു സ്കില്ല് വെച്ച് ഞാനത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുത്ത്. ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പുറത്തെ പിള്ളേർ ഇതെല്ലാം വന്ന് നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇനിയും കാണും.